പ്രദേശങ്ങളോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. നഗരത്തിൽ ബോംബെയിലെ ധാരാവിയൊക്കെ ഈ ഭൂമിയിലെ നരകമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കൊച്ചിയിൽ വളരെ ഇടുങ്ങിയ പാർപ്പിടങ്ങളുള്ള സൗകര്യങ്ങളില്ലാതെ താമസിക്കുന്ന കുറേയേറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ജോലിക്കൊക്കെ പോയി അവിടെ വന്ന് താമസിക്കുകയാണ്. മുമ്പ് ഇമ്പിച്ചുവാവിയുടെ ഒക്കെ കാലത്ത് കെട്ടിക്കൊടുത്ത ചില ഫ്ലാറ്റുകൾ, അതിന് കുടുംബങ്ങളിലെ അംഗസംഖ്യ എല്ലാം വർദ്ധിച്ചപ്പോൾ അത് അപര്യാപ്തമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അവിടെ 300ഓളം കുടുംബങ്ങളെ ലൈഫ് മിഷന്റെ ഭാഗമായി വലിയ കൂറ്റൻ ഫ്ലാറ്റുകൾ, 2 ഫ്ലാറ്റുകൾ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. ഒറ്റ മുറിയും ഒട്ടും സൗകര്യമില്ലാത്ത, ആവശ്യത്തിന് ടോയ്ലറ്റുകളൊന്നും ഇല്ലാതെ പൊതു ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് ഇന്നത്തെ കേരളത്തിന്റെ വികസനത്തിനനുസരിച്ച് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, വൃത്തിയും വെടിപ്പുമുള്ള പാർപ്പിടം ഉണ്ടാകണം എന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് അതിമനോഹരമായിട്ടുള്ള 2 നല്ല കിടപ്പുമുറികളും അതുപോലെ ഒരു സെൻട്രൽ ഹാളും ഒരു നല്ല അടുക്കള കിച്ചണും അതുപോലെ തന്നെ നല്ല ആധുനിക ടൈൽസ് ഒക്കെ പാകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള റൂമുകളും ടോയ്ലറ്റും എല്ലാം അടങ്ങിയ ഒരു ഫ്ലാറ്റ് ഒരു കുടുംബത്തിന് കൊടുത്തുകൊണ്ട് ഈ ബഹുനില കെട്ടിടത്തിൽ അവരെ ഫ്ലാറ്റുകളിൽ അധിവസിപ്പിച്ചത്. ഇതാണ് കേരളം. കൊച്ചി കോർപ്പറേഷൻ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചു. ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിൽ UDFന്റെ ഭരണസമിതി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി, അതിൽ നിന്ന് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മെച്ചപ്പെടുത്തി കേരളത്തെ ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ കൂടെ ആധുനിക സമൂഹമായി മാറ്റാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയിൽ നിന്ന് കോർപ്പറേഷൻ ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ ഫണ്ട് അനുവദിച്ചത്. ആദരണീയനായിട്ടുള്ള മന്ത്രി രാമേന്ദ്രേട്ടന്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷനും, ഞങ്ങള് ഈ കക്ഷി രാഷ്ട്രീയ വൈരാഗ്യം ഒന്നും വെച്ച് നിന്നില്ലല്ലോ. കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് UDF ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഫണ്ട് കൊടുക്കണ്ട എന്നൊന്നും LDF ഗവൺമെന്റ് കരുതിയിട്ടില്ലല്ലോ. ഇവിടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആസ്ഥാനം വേണം, അതിന് MLA അടക്കം ഇടപെട്ടു. എന്നിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് പിന്നെ ആരാ എടുക്കേണ്ടത്? അത് കോർപ്പറേഷനാണ്. എന്തായിരുന്നു വിമുഖത? ഈ ആസ്ഥാന മന്ദിരം പൂർത്തിയാക്കാൻ. ബാക്കി എല്ലാ സ്ഥലത്തും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു വരുമ്പോ കണ്ണൂർ കോർപ്പറേഷനിൽ ഫണ്ട് കൊടുത്തിട്ടും ഇത്തരം കാര്യങ്ങൾ എന്താ നടക്കാത്തത്? അതിനിടയിലാണ് വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നത്. ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മലിനജന സംസ്കരണ കേന്ദ്രം മരക്കാർകണ്ടിയിൽ സ്ഥാപിക്കാൻ ഗവൺമെന്റ് കൂടെ നിൽക്കുമല്ലോ. പക്ഷെ അതിന് നടപടിക്രമങ്ങൾ ശുദ്ധമായിരിക്കണ്ടേ? എന്താ ചെയ്തത്? ടെൻഡർ പോലും പ്രായോഗികമല്ലാത്ത രീതിയിൽ, വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് 10-40 കോടി രൂപക്ക് പാസ്സാകേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്തേണ്ടിയിരുന്ന ഒരു പദ്ധതി സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള ഹൈദരാബാദിലോ മറ്റുള്ള ഒരു കമ്പനിയാണ്, അവർക്ക് 140 കോടി രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കഥ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ടല്ലോ. 40 കോടിക്ക് ചെയ്യാമായിരുന്ന ഒരു പ്രോജക്റ്റിന് 140 കോടി കോൺട്രാക്ടുകാർക്ക് കൊടുത്താൽ അത് വേറെ എന്തോ കണ്ടിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും സംശയമില്ലല്ലോ. നമ്മൾ നാടാടെ കേൾക്കുകയാണ്. വിശദമായിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് DPR തയ്യാറാക്കിയിട്ട് മാത്രമാണ് ഒരു പദ്ധതി ടെൻഡർ ചെയ്യുക. ആ DPR അനുസരിച്ച് മാത്രമേ ആളുകൾക്ക് കോട്ട് ചെയ്ത്, ടെൻഡർ പ്രോസസ്സിൽ കോട്ട് ചെയ്ത് അതിലാരാണോ L1 ആയിട്ട് വരുന്നത് അവർക്ക് ആ പദ്ധതി ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ നടപടിക്രമങ്ങളെല്ലാം മാറ്റി DPR പോലും തയ്യാറാക്കാതെ ഈ സ്വകാര്യ കമ്പനിക്ക് സമർത്ഥമായിട്ട് ഈ ടെൻഡർ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ്, ആ വിവരം പുറത്തു വന്നപ്പോഴാണ് ഇപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ട് തിരുവനന്തപുരത്ത്. അതിന്റെ ആസ്ഥാനം
ആ കമ്മിറ്റിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ആരുമില്ല. അവരെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, IPS IAS മുൻ ചീഫ് സെക്രട്ടറിമാരൊക്കെ അടങ്ങിയതാണ്. ആ കമ്മിറ്റി ഈ പരാതി വന്നപ്പോൾ കാര്യങ്ങൾ പരിശോധിച്ചു. അവർക്ക് ഇതിൽ അപകടമുണ്ടെന്ന് മനസ്സിലായപ്പോ ആ ടെൻഡർ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിനാണ് ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് അധ്യക്ഷൻ പറഞ്ഞത്. മുഴുവൻ അഴിമതി നടത്തി സ്വന്തം പോക്കറ്റിലാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഒരു ഗുണവും ഈ സമൂഹത്തിന് ഉണ്ടാക്കില്ല. അതാണ് കണ്ണൂർ കോർപ്പറേഷൻ അനുഭവം. ഇക്കുറി ആ ചരിത്രം മാറ്റിക്കുറിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കണം. ഇക്കുറി ആ ചരിത്രം മാറ്റിക്കുറിക്കും. കണ്ണൂർ കോർപ്പറേഷനും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്.